പലതര പക്ഷികളെയെല്ലാം കണ്ടുകൊണ്ട് കാടിനുള്ളിലൂടെ ഒരു യാത്ര. 2 കിലോമീറ്റർ വനങ്ങൾക്ക് നടുവിലൂടെ ഉള്ളൊരു യാത്ര. ഈ വനങ്ങൾക്കുള്ളിൽ കൂടുതലായും കാണാനിടയാകുന്നത് മുളകൾ തന്നെയാണ്. കൂടാതെ 1 കിലോമീറ്റർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മൈലാടിപ്പാറ എന്ന മനോഹര വ്യൂ പോയിന്റും ഇവിടെയുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ കരിങ്കല്ലത്താണിക്കടുത്തുള്ള തൊടുക്കാവുക്കുന്ന് ഈക്കോ ടൂറിസത്തിലേക്കാണ്. ദേശീയപാത കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് തൊട്ടടുത്താണ് തൊടുക്കാവുക്കുന്ന് ഈക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലത്താണിൽ നിന്ന് വെറും 750 മീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 40 രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയും കുട്ടികൾക്കായി ഒരുക്കിയ ചിൽഡ്രൻ പാർക്ക്. ഇവിടെ നിന്ന് വലതുവശത്തേക്ക് 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് മൈലാടിപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. അതല്ല, നിങ്ങൾക്ക് 2 കിലോമീറ്റർ വനങ്ങൾക്ക് അകത്തുകൂടെ നാച്ചുറൽ വാക്കിനു ശേഷവും വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കാം. എൻട്രി ചെയ്ത ശേഷം ഇടതുവശത്തേക്ക് കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നാച്ചുറൽ വാക്ക് ആരംഭിക്കുന്നത്. രാവിലത്തെ വാക്കിങ്ങിനായി വന്നു കഴിഞ്ഞാൽ പല പക്ഷികളുടെ ശബ്ദവും ആ പക്ഷികളെല്ലാം കണ്ടാസ്വദിക്കാനും കഴിയും. വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദേശീയപാത അടുത്തായതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എല്ലാം സൗണ്ട് കേൾക്കാനാവും. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ കാടിൻ്റെ സൗണ്ടല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു ഫീൽ അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അറിയാത്തൊരു വനത്തിൽ പെട്ടുപോയ ഒരവസ്ഥ. ഞാൻ കയറിയ സമയത്ത് മറ്റൊരാൾ പോലും വനത്തിലൂടെയുള്ള യാത്രയിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയും ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. ഏറെ പേരും വ്യൂ പോയിന്റ് കാണാനാണ് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല സൂര്യപ്രകാശമുണ്ടെങ്കിലും വനത്തിനകത്ത് നല്ല തണുപ്പും തണലുമാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കൊന്ന് വന്നു നോക്കൂ. അപ്പോഴാണ് ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. വനത്തിനകത്ത് ഇരിപ്പിടങ്ങൾ പല പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഒന്ന് വിശ്രമിച്ച ശേഷം യാത്ര തുടരാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 2 മണി സമയത്താണ് വന്നിട്ടുള്ളത്. നാച്ചുറൽ വാക്കിങ്ങിന് ആളുകൾ കുറവാണെങ്കിലും വ്യൂ പോയിന്റ് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ വരുന്നത്. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിലെ തിരുവിഴാക്കുന്ന് ഈക്കോ ടൂറിസത്തിൻ്റെ കീഴിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2017 പ്രവർത്തനം ആരംഭിച്ചത്. 90 ഏക്കറോളം സ്ഥലമാണ് തൊടുക്കാവുക്കുന്ന് ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. അതിൽ 2 കിലോമീറ്ററോളം നാച്ചുറൽ വാക്കിങ്ങും ഒരു വ്യൂ പോയിന്റും കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്കും എക്കോ ഷോപ്പും അടങ്ങുന്നതാണ് തൊടുക്കാവുക്കുന്ന് ഈക്കോ ടൂറിസം. കല്ലുകൾ, മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, മുളങ്കൂട്ടങ്ങൾ, വലിയ വൃക്ഷങ്ങൾ, കരിയിലകൾ എല്ലാം ചേർന്ന വനപ്രദേശത്തിലൂടെയാണ് ഈ ഒരു യാത്ര. പല വഴികളും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് വേണം മുന്നോട്ട് പോവാൻ. അതിർത്തിയിലെല്ലാം വലിയ ജണ്ട സ്ഥാപിച്ചത് കാണാനാകും. അതിനപ്പുറത്തേക്ക് ഒരിക്കലും പ്രവേശിക്കരുത്. അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കയറ്റങ്ങളും ഇറക്കങ്ങളെല്ലാം കൂടിച്ചേർന്നൊരു യാത്രയാണിത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം. 2 കിലോമീറ്റർ വാക്കിംഗ് അവസാനിച്ചതിന് ശേഷം ഈ കാണുന്ന പാറയുടെ മുകളിലൂടെയുള്ള വഴിയിലൂടെയാണ് വ്യൂ പോയിന്റിലേക്ക് പോവേണ്ടത്. 500 മീറ്ററെങ്കിലും ഉണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇനി എത്തിച്ചേരാൻ. മഴ പെയ്യുന്ന സമയത്ത് ഈ പാറയിലൂടെയുള്ള നടത്തം വളരെ ദുഷ്കരമായിരിക്കും. തെന്നി വീഴാൻ കൂടുതൽ സാധ്യതയേറെയാണ്. അതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ ദൂരെ കാണുന്ന കൈവരിയോട് കൂടിയുള്ള സ്റ്റെപ്പുകൾ കയറി വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഞാൻ എത്തിച്ചേർന്നപ്പോൾ കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണിത്. പല വിദൂര കാഴ്ചകളും താഴ്വാര കാഴ്ചകളും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് മണ്ണാർക്കാടിൻ്റെ പല ഭാഗങ്ങളും കാണാനാകുന്നുണ്ട്. എത്ര കയറ്റമാണെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും കയറി അവസാനം കാണുന്ന ആ ഒരു കാഴ്ച ഉണ്ട്. മനോഹരമായ ആ ഒരു കാഴ്ച. ഏതൊരു യാത്രയിലും അവസാനത്തെ ആ ഒരു വ്യൂ പോയിന്റ് കാണുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ആ ഒരു സന്തോഷത്തിനായാണ് അടുത്ത യാത്രയെ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഓരോ യാത്രയും ഓരോരോ എക്സ്പീരിയൻസാണ് നൽകുന്നത്. പല അനുഭവങ്ങളും കാണുവാനും അനുഭവിക്കാനും കഴിയുന്നതാണ് യാത്രകൾ.
പാലക്കാടിൻ്റെ കാഴ്ചകളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പശ്ചിമഘട്ട മലനിരകളും നെൽപ്പാടങ്ങളും എല്ലാം ചേർന്ന നല്ലൊരു ഗ്രാമാന്തരീക്ഷ കാഴ്ചയാണ് കാണാനാവുന്നത്. പാലക്കാടിൻ്റെ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഫാമിലിയോടൊപ്പം വന്ന് സന്ദർശിക്കുവാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഇവിടെ. ഒരുപാട് ആളുകളാണ് വന്നു സന്ദർശിച്ച് പോകാറുമുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. ടിക്കറ്റ് കൗണ്ടർ 4 മണി വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തിങ്കളാഴ്ച ഇവിടെ അവധിയായിരിക്കും. ഒട്ടുമിക്ക ഈക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തിങ്കളാഴ്ച അവധിയായിരിക്കും. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നല്ല നല്ല വീഡിയോകളുമായി പുതിയൊരു സ്ഥലത്തെ പറ്റി ഒരു യാത്രാ വിവരണവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.